തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉടനീളം മത തീവ്രവാദം മാത്രമേ ഉണ്ടാകൂ. തന്റെ മതം മാത്രമാണ് ശരി, താൻ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവരും വിശ്വസിക്കണം എന്ന വിശ്വാസത്തെയാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്നത്. എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ വിശ്വാസം, എൻ്റെ ആശയം, എൻ്റെ നിലപാടുകൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കണം എല്ലാവരും എന്നുള്ള മൂഢവിശ്വാസം കൊണ്ട് നടക്കുന്ന വർഗീയവാദികൾ, ശരാശരി തീവ്രവാദികൾ. നേരം വെളുത്താൽ കണ്ണു തുറക്കുന്നത് തന്നെ വിശ്വാസികളെ മാത്രം കാണണം, മുസ്ലിങ്ങളെ മാത്രം, തന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളുമായി മാത്രം തനിക്ക് സഹവസിക്കണം എന്ന ചിന്തയുമായി എഴുന്നേൽക്കുന്ന തീവ്രവാദികളുണ്ട്. അവർക്ക് വസ്ത്രത്തിൽ മതമുണ്ടാകും, ഭക്ഷണത്തിൽ മതമുണ്ടാകും, അവരുടെ നോട്ടത്തിൽ, അവരുടെ വീടുകളിൽ, ആരാധനാലയങ്ങളിൽ മാത്രം ഒടുങ്ങേണ്ടുന്ന മതം വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വരെ, എന്തിനേറെ ആരോഗ്യ കേന്ദ്രത്തിൽ വരെ അവർ മതവുമായി വരും. താടിയിൽ മതം, തട്ടത്തിൽ മതം, മീശയിൽ മതം, ചെരുപ്പിൽ മതം. അങ്ങനെ മുസ്ലിം ആണും പെണ്ണും സ്വന്തം ലൈംഗിക അവയവത്തിൽ വരെ മതം പേറിയാണ് ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തലച്ചോറിന് പകരം ഹൃദയമാണുള്ളത്. ഖുർആൻ ചോദിക്കുന്നതും അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ലഹും ഖുലൂബിൻ, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്ന്. അപ്പോ ഖുർആൻ പറയുന്ന ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം തലച്ചോറിന് പകരം ഹൃദയം കൊണ്ട് ചിന്തിക്കുക മാത്രമല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിച്ചുണ്ടാകേണ്ടുന്ന ബുദ്ധിക്കു പകരം വർഗീയതയും വിഷവും മാത്രം വമിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് അന്യമതസ്ഥരുമായി ഇടപഴകുന്നത് ഇഷ്ടമല്ല, അടുത്ത് താമസിക്കുന്ന അന്യമതസ്ഥരെ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ വേഷങ്ങൾ, ഇതൊക്കെ ഇവർക്ക് അറപ്പാണ്, വെറുപ്പാണ്. അന്യമതസ്ഥർ തയ്യാറാക്കുന്ന ഭക്ഷണം പോലും ഇവർക്ക് വേണ്ട. അതേപോലും നമ്മുടെ രാജ്യത്ത് ഒരു പ്രളയം വരട്ടെ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരു കൊറോണ പോലെ ഒരു വൈറസ്, ഒരു പ്രകൃതി ദുരന്തം വരട്ടെ, ആ സമയത്ത് ഇവർക്ക് മതമില്ല. ആ സമയത്ത് ആര് കൊടുക്കുന്നതും ഇവർ കൈനീട്ടി വാങ്ങിക്കൊടുക്കും. ആ സമയത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണക്കാരന്റെ, ചികിത്സിക്കുന്ന ഡോക്ടറുടെ, പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട് കായലിലും കടലിലും മുങ്ങിത്താഴുന്ന ആളുകളുടെ മതം, ജാതി, സൗജന്യമായി അവർക്ക് കിട്ടുന്ന സഹായങ്ങളിലെ ഹലാല്, ഹറാമ്, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരൊന്ന് കരയിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് അവരിലേക്ക് ഈ മതം കടന്നു വരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാനാത്വത്തിൽ ഏകത്വമാണ്. നമുക്ക് ഭക്ഷണത്തിലും അയൽക്കാരിലും വസ്ത്രത്തിലും മഞ്ഞപ്പൊടിയിലും ഉണക്കമീനിലുമൊന്നും ഇതുവരെ മതം കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ്. നാനാജാതി മതവിഭാഗങ്ങൾ, മതമില്ലാത്തവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു നാട്ടിൽ സ്വന്തം മതം മാത്രമാണ് വലിയത്, സ്വന്തം മതത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് വലിയവൻ എന്ന് 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികൾ വെച്ച് മൈക്ക് കെട്ടി നിത്യവും വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഈ നാട്ടിലുള്ള ആളുകൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. വേശ്യാലയങ്ങൾക്ക് സംഭാവന കൊടുത്താൽ അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറയുന്ന, കൊടുത്താലും കൊടുക്കരുത് എന്ന് പറയുന്ന വിഭാഗം നമ്മൾ കണ്ടതാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്നത് പോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. പച്ചയ്ക്ക് അവരൊക്കെ അതൊക്കെ പ്രസംഗിക്കും. യേശു വ്യഭിചാര പുത്രനാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയും മൈക്ക് കെട്ടി. ഒരാള് എത്ര നല്ലവനായിരുന്നാലും ശരി, അവരുടെ സമ്പത്ത് മുഴുവനും, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂമി മുഴുവനും ദാനം ചെയ്തിരുന്നാലും ശരി, ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അവൻ ആ ഒരൊറ്റ കാരണത്താൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പച്ചയ്ക്ക് പ്രസംഗിക്കാൻ ഇവർക്ക് കഴിയും. ഒരു പെണ്ണ് എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, കളക്ടർ ആകട്ടെ, അധ്യാപികയാകട്ടെ, എനിക്ക് പ്രശ്നമില്ല, പക്ഷേ
നാടൻ പൊന്നാനി മത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടു മത്തിക്കറി വെക്കാനാണ് പെണ്ണ് പഠിക്കേണ്ടത് എന്നിവർ പച്ചയ്ക്ക് വന്ന് പ്രസംഗിക്കും. പെർഫ്യൂം അടിക്കുന്ന പെണ്ണ് വേശ്യാവൃത്തിയാണ് ചെയ്യുന്നത് എന്നിവർ പച്ചയ്ക്ക് വന്ന് പ്രസംഗിക്കും. മതവിമർശകരെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചിക്കൊള്ളൂ എന്ന് പച്ചയ്ക്ക് വരെ പ്രസംഗിക്കും. ഈ കേരളക്കരയിൽ ഇസ്ലാം എന്ന മതത്തെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ പള്ളി മഹലിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നും അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് പണം തന്നാൽ ഞാനത് ചെയ്യാമെന്ന് പറയുകയും അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും യഥേഷ്ടം പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകുകയും ചെയ്യും. ഓണസദ്യ കഴിക്കരുത് എന്ന് പറയും. പച്ചയ്ക്ക് ഇവർ ആഹ്വാനം ചെയ്യും ക്രിസ്മസ് കേക്ക് മുറിക്കരുത് എന്ന്. ഇവർ ഭൂരിപക്ഷമുള്ള മേഖലകളിലുള്ള ഹിന്ദുക്കളുടെ ഘോഷയാത്ര, അവരുടെ ആരാധനകൾ, അവരുടെ വിശ്വാസങ്ങൾ ഇതൊക്കെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ ഹർജിക്ക് പോകും. യേശു വ്യഭിചാര സന്തതിയാണ് എന്ന് പറയുകയും നമസ്കരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ തോളിൽ കൈയിട്ട് ക്രിസ്തുമസിനെ ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്ത് മതസൗഹാർദ്ദം ഇതാണ് എന്ന് പ്രസംഗിക്കുകയും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവരങ്ങോട്ട് മാറും. മതത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങളെ ആക്രമിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. മതത്തിന്റെ പേരിൽ ഇവർ കലാപം നടത്തും. മതത്തിന്റെ പേരിൽ അന്യമതസ്ഥന്റെ കഴുത്തെടുക്കും ഇവർ. മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിലൊന്ന് എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കൈയെടുത്തവർ, കാലെടുത്തവർ. മതത്തിന്റെ പേരിൽ ഇരുമ്പ് നിക്കർ ടൈറ്റാക്കി പൊട്ടിത്തെറിക്കാൻ തലച്ചോറില്ലാത്ത ഒരു വിഭാഗം. മതത്തിന്റെ പേരിൽ അന്യമതസ്ഥരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യാൻ മടിയില്ലാത്തവർ. എന്തിനേറെ പറയുന്നു, ജീവിതത്തിന്റെ നാനാ തുറകളിലും മതം 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 എന്ന് ഉറക്ക നിലവിളിക്കുന്ന ആളുകൾ പബ്ലിക്കായിട്ട് ചാനലുകളിൽ വന്നിരുന്ന് മതവിഷം തുപ്പാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണിവർ. അതുമാത്രമല്ല, ഇവരുടെ വീരസാഹസിക കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്രയും മതം മാറാത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളെ നിർദ്ദയം കൊല ചെയ്ത വാര്യം കുന്നനെ പോലെയുള്ള, ടിപ്പുവിനെ പോലെയുള്ള മത തീവ്രവാദികൾക്ക് ചുക്കാൻ പിടിക്കാൻ, അവരുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ, അവരുടെ ചരിത്രം ജനങ്ങളെ മിഥ്യാധാരണയോടുകൂടി പഠിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു വിഭാഗം എന്ന പേരിൽ പ്രചാരണം നടത്തുന്ന വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപ കലഹത്തെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യംകുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ സ്മാരകം ടൗൺ ഹാളിൽ നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മാധ്യമത്തിലെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ തലകൾ വെട്ടി കിണറ്റിലേക്ക് തള്ളിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2018 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച മാധ്യമം ആഴ്ചപ്പതിപ്പിലാണ് ഇത്തരത്തിൽ മാപ്പിള കലാപത്തിൽ ഹിന്ദുക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതുമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അക്കപ്പറമ്പിൽ സൈദാലി ഹാജി എന്ന വ്യക്തിയുടെ ജീവചരിത്രത്തിലാണ് ഇത്തരത്തിൽ മാപ്പിള കലാപത്തിൽ നടന്ന സംഭവങ്ങൾ ഈ ഒരു ലേഖനമായി മാധ്യമം ആഴ്ചപ്പതിപ്പിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. അതിന്റെ ആഴ്ചപ്പതിപ്പ് മാസികയാണ്. ആ ആഴ്ചപ്പതിപ്പിലാണ് ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കം ഇത് കൃത്യമായി തന്നെ ശരിവെക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം 1800കളുടെ അവസാനത്തിൽ ജീവിച്ച വ്യക്തി കൂടിയാണ് ആക്കപ്പറമ്പിൽ സൈദാലി ഹാജി. ഇദ്ദേഹം ആ കാലത്ത് ജീവിച്ചിരുന്ന 1921 മാപ്പിള കലാപം നടക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പുകളാണ് ലേഖനമായി മാത്രം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ, അതായത് ഡയറി കുറിപ്പുകൾ 57 വർഷത്തിന് ശേഷം കണ്ടെടുത്തുക എന്ന രീതിയിലാണ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഉള്ളത്. നിരവധി ഡയറികൾ ഉണ്ട്. ആ ഓരോ ഡയറികളിലെയും പ്രസക്ത ഭാഗം, പ്രത്യേകിച്ച് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചും അതോടൊപ്പം തന്നെ ആലിമുദ്ര അടക്കമുള്ള സംഘങ്ങളെ കുറിച്ചും ഇവർ എത്രത്തോളം കലാപം ഉണ്ടാക്കാൻ വിവിധ മേഖലകളിൽ മലബാറിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആക്കപ്പറമ്പിൽ സൈദാലി ഹാജി എന്ന വ്യക്തിയാണ്, ഒരു ഹാജിയാർ കൂടിയായിരുന്നു അദ്ദേഹം.
അക്കപ്പറമ്പിൽ വീരൻ എന്ന വ്യക്തിയുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചിരുന്നത്. ഈ കലാപകാലത്ത് കൃത്യമായി തന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്നു. നിരവധി പേരെ ഈ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിരുന്നു എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഈ ഒരു ആഴ്ചപ്പതിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രമാണിമാരെയും അതോടൊപ്പം തന്നെ മഞ്ചേരിയിലെ ഖജനാവ് കൊള്ളയടിക്കുക അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു വാര്യം കുന്നനും അതോടൊപ്പം അള്ളി മുസ്ലിയാറും അടക്കമുള്ള ഈ സംഘങ്ങൾ മഞ്ചേരിയിലെ ഖജനാവ് കൊള്ളയടിച്ച് 13 ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ച പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ നമുക്കറിയാം ഈ പേരിടൽ വിവാദമെല്ലാം വളരെ വലിയ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്ത് മലപ്പുറത്ത് ഇത്തരത്തിൽ വാര്യം കുന്നന്റെ പേരിൽ ഒരു സ്മാരകമുണ്ട്, എന്തുകൊണ്ട് ആ സ്മാരകത്തിന് ഇദ്ദേഹത്തിന്റെ പേര് നൽകി എന്നുള്ള ചില ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുക കൂടിയാണല്ലോ ഇത്. കാരണം ഈ ലഹളയിൽ നേരിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ദൃക്സാക്ഷിയായ ഒരാളുടെ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നമുക്കറിയാം പാലക്കാട് നഗരസഭ ഇപ്പോൾ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഡോക്ടർ ഹെഡ്ഗാവാറിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ കേശവ ബൽറാം ഹെഡ്ഗാവാറിന്റെ പേര് അത്തരത്തിൽ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ കോൺഗ്രസിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. കാരണം ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിരവധി യുവാക്കളെ രാജ്യത്തിന് വേണ്ടി ദേശീയബോധത്തിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ഡോക്ടർ എന്ന് വിളിക്കുന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ വിമർശനവും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഇടത് വലത് ഒരു കൊടും ഭീകരനായിട്ടുള്ള 1921 ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യാൻ തയ്യാറായ ഒരു ഭീകരൻ എങ്ങനെയാണ് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു സ്മാരകത്തിന്റെ കാര്യക്കാരനായി മാറുന്നത്? അപ്പോ വാരിയംകുന്നനെ പോലെയുള്ള മത തീവ്രവാദികളെ പേറി നടക്കാൻ ഒരു വിഭാഗം മുസ്ലിം തീവ്രവാദികൾ ഇവിടെ ഉള്ളപ്പോൾ എന്റെ മതത്തിലേക്കാളെ കൂട്ടാൻ, എന്റെ മതത്തെ വളർത്താൻ, എന്റെ മതത്തെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇല്ലാതാക്കിയവർ, അതൊക്കെ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന, അവസരം കിട്ടിയാൽ താനും അതുപോലെ ചെയ്യും എന്നുള്ള ആശയം തന്നെയല്ലേ ഇവർ പങ്കുവെക്കുന്നത്. നന്ദി.